ഡേ 1 മുതൽ ഈ വെടിനിർത്തലിൻ്റെ ആ ദിവസം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിലൊന്നാണത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വെടിനിർത്തലിന് മുന്നോടിയായിട്ട് വെടിനിർത്തൽ നടക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വിശദമായിട്ടുള്ള ഒരു എക്സ് പോസ്റ്റ് നടത്തുന്നു. പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയോടും നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിനോടും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോടും വിദേശകാര്യമന്ത്രിയോടും അവരുടെ പട്ടാള മേധാവിയോടും അസീം മുനീർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നടത്തിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളിലെ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അതായത് അമേരിക്കയാണ് ഈ വെടിനിർത്തലിന് മധ്യസ്ഥം വഹിച്ചത് എന്നുള്ള കാര്യം അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഏറ്റവും സുവ്യക്തമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് കാശ്മീർ വിഷയം അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങൾ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള വിഷയമാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ ഈ ഒരു വിഷയത്തെ ഉഭയകക്ഷി വിഷയമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരുപാട് രാജ്യങ്ങൾ നമുക്കിടയിൽ, അതായത് പാകിസ്ഥാനും ഇന്ത്യക്കിടയിൽ മധ്യസ്ഥം പറയാൻ വേണ്ടി സന്നദ്ധത കാണിച്ചെങ്കിൽ പോലും അതൊന്നും വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ ഇക്കുറി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഉദ്ഘോഷപരമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാൻ കഴിയും. എന്താ കാരണം എന്ന് വെച്ചാൽ വിദേശകാര്യ വക്താവിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അർദ്ധമനസ്സോടെയുള്ള പ്രതികരണത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അങ്ങനെയുള്ള ഉത്തരവാദപ്പെട്ട പദവികൾ അലങ്കരിക്കുന്ന ഒരാൾ പോലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറിയുടെയോ നിലപാടിനെ ശക്തമായ രൂപത്തിൽ ഖണ്ഡിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നമുക്കെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മധ്യസ്ഥത ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ അത് ഗവൺമെൻറ് വ്യക്തമാക്കിയാൽ കാര്യങ്ങൾ സ്പഷ്ടമാകുന്ന കാര്യമാണ്. കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്ന രീതിയിലേക്കാണോ അമേരിക്കയുടെ ഇടപെടൽ നയിച്ചതെന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത് ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ പ്രസക്തിയുണ്ട്.